സംഘടിത കുറ്റകൃത്യങ്ങളോട് തുറന്ന എതിർപ്പ് പ്രകടിപ്പിക്കുന്ന അത്തരം അതിക്രമങ്ങളെ പരസ്യമായി വിമർശിക്കുന്ന ഇറ്റാലിയൻ കത്തോലിക്ക വൈദികൻ ഫാദർ മൗറീഷ്യോ പാട്രിഷ്യോലോയ്ക്ക് നേരെ വധഭീഷണി. സെപ്റ്റംബർ 28 ഞായറാഴ്ച ദിവ്യബലിക്കിടെ വെടിയുണ്ടടങ്ങിയ ഒരു കവർ നൽകിയാണ് വിചിത്ര ഭീഷണി നടത്തിയിരിക്കുന്നത്. മാഫിയ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി അറിയപ്പെടുന്ന തെക്കൻ ഇറ്റലിയിലെ നേപ്പിൾസ് പ്രവിശ്യയിലെ കൈവാനോ പട്ടണത്തിൽ ദിവ്യബലി അർപ്പിക്കുകയായിരുന്നു ഫാദർ മൗറീഷ്യോ. ഇറ്റലിയിലെ 4 പ്രധാന മാഫിയ ഗ്രൂപ്പുകളിൽ ഒന്നായ കമോറോയുടെ കേന്ദ്രമായാണ് കൈവാനോ പ്രദേശം കണക്കാക്കപ്പെടുന്നത്. മയക്കുമരുന്ന് കടത്ത്, റാക്കറ്റിംഗ്, രാഷ്ട്രീയ അഴിമതി എന്നിവയ്ക്ക് പേരുകേട്ടതാണ് ഈ മാഫിയ സംഘം. മാഫിയ ആക്രമണങ്ങളുടെ പ്രഭവ കേന്ദ്രമായി വളരെ കാലമായി ഇറ്റലി മാറിക്കഴിഞ്ഞു. 1983-നും 2018-നും ഇടയിൽ 6681 കൊലപാതകങ്ങൾ മാഫിയ സംഘങ്ങൾ തുറന്നുവിട്ടു. മാഫിയ സംസ്കാരം തന്റെ ഇടവകയിൽ സൃഷ്ടിക്കുന്ന നാശനഷ്ടങ്ങളെക്കുറിച്ച് ഫാദർ പാട്രിഷ്യോ ശബ്ദമുയർത്തുകയും ശക്തമായി പ്രതികരിക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിന് തലേദിവസം രാത്രി തന്റെ പള്ളിക്ക് സമീപം 2 വെടിവെപ്പുകൾ നടന്നതായി അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിരുന്നു. പിറ്റേന്ന് രാവിലെ വെടിവെപ്പ് നടത്തിയ തീവ്രവാദികൾ വളരെ ചെറുപ്പക്കാരാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഇപ്രകാരം എഴുതി: ദൈവനാമത്തിൽ നിർത്തുക, നിങ്ങളുടെ മനോഹരമായ യൗവനം ആസ്വദിക്കുക, നിങ്ങൾ സ്വീകരിച്ച പാത ഒരു അവസാനമാണ്. പരിശുദ്ധ കുർബാനയ്ക്കിടെ വൈദികന് വെടിയുണ്ട കൈമാറിയ ആൾ ഒരു പ്രാദേശിക കുറ്റവാളിയാണെന്ന് കരുതപ്പെടുന്നു. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി സംഭവത്തെ അപലപിച്ചു. കഴിഞ്ഞ വർഷം ഫാദർ പാട്രിഷ്യോയെ അദ്ദേഹത്തിന്റെ ഇടവകയിൽ സന്ദർശിച്ച അവസരത്തിൽ മെലോണി പുരോഹിതനൊപ്പം എടുത്ത ഒരു ഫോട്ടോ പങ്കുവച്ചുകൊണ്ട് പ്രധാനമന്ത്രി പോസ്റ്റിൽ കുറിച്ചു: ഞങ്ങൾ ഫാദർ പാട്രിഷ്യോയ്ക്കൊപ്പവും കുറ്റങ്ങളെ എതിർക്കുന്ന എല്ലാവരോടൊപ്പവും നിലനിൽക്കുന്നു. രാഷ്ട്രം നിങ്ങളോടൊപ്പമുണ്ട്. ഞങ്ങൾ ഒരിക്കലും പിന്നോട്ടു പോകില്ല. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.